ഫിസിക്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൈനമാറ്റിക് ഇക്വേഷനാണ് എസ് = ut+1/2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഡെറൈവ് ചെയ്യാൻ പലവരും പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ കാൽക്കുലസ് വഴി ഡെറൈവ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാൻ തുടങ്ങുകയാണ്. സോ ആദ്യമേ നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ എന്നാണ് തുടങ്ങുന്നത്, വിച്ച് ഈസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ആക്യുറേറ്റായി പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, dx/dt, വേറെ dx ഈസ് ചേഞ്ച് പൊസിഷനാണ്, പൊസിഷൻ ചേഞ്ചാണ്. ഡി ടി എന്ന് പറയുന്നത് ടൈമിൻ്റെ ചേഞ്ചാണ്. ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, എക്സ്പെക്റ്റഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, നമ്മൾ ഈ ഡി ടിയെ ഡി യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. സോ ദാറ്റ് ബിക്കംസ് dx = d.dt. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനോ ഉള്ള ചാൻസ് കൂടിയ സംഭവം, ദാറ്റ് ഈസ് ഇൻറ്റിഗ്രേഷൻ. നമ്മൾ ഈ രണ്ട് സൈഡും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ dx ആണ്, പൊസിഷനെ റെസ്പെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യൽ പൊസിഷൻ x1 to x2 എന്നാണ് ലിമിറ്റ്സ് കൊടുക്കുന്നത്. ഇവിടെ ടൈമിനെ റെസ്പെക്റ്റ് ആയതുകൊണ്ട് തന്നെ 0th ടൈമിൽ നിന്ന് t എന്നൊരു ടൈം, അതിലോട്ടാണ് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ കിട്ടിയ ഒരു റിസൾട്ട്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ v = u+at ആണ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ വിക്ക് പകരം ഈ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. സോ ദാറ്റ് ബിക്കം, ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഈക്വൽസ് ഇൻറ്റിഗ്രൽ ഓഫ് 0 to t u+at ടൈംസ് dt. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇൻറ്റിഗ്രേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം ഡെഫിനിറ്റ് ഇൻറ്റിഗ്രലുകൾക്ക്. സോ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു. സോ x2 - x1 = ഇവിടെ u+at ടൈംസ് dt ആണ്. നമ്മൾ ഇതിനെ രണ്ടാൾക്കാരെയും ഇവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകും. യുവിനെയും ഡി ടിയുടെ ഒപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എ ടിനെയും നമ്മൾ ഡി ടിയുടെ ഒപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ബിക്കംസ് integral of 0 to t u dt പ്ലസ് സ്പേസ് ഇല്ല, നമ്മളെ മേലിട്ട് എഴുതാം. സോ x2 - x1 = integral of t to u dt plus integral of 0 to t at dt. നമുക്കറിയാം, പൊസിഷൻ്റെ ചേഞ്ചാണ് x2 - x1 എന്ന്. ദാറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ അതിന് എസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ യുവും എയും നമ്പറാണ്, കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. സോ നമുക്കതിനെ പുറത്തെടുക്കാം, വേരിയബിൾ അല്ലാത്തതുകൊണ്ട്. സോ യു ടൈം 0 to t dt പ്ലസ് a ടൈംസ് 0 to t dt. എക്സ്പ്രഷൻ കിട്ടി. നമുക്കിനി അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ മെയിനായിട്ടൊരു ഇക്വേഷനാണ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇവിടത്തെ ടേമും ഇവിടുത്തെ ടേമും ഒരേതാണെങ്കിൽ നമുക്കതിനെ x²/2 എന്ന് എഴുതാൻ പറ്റും. ഇതൊരു മെയിനായിട്ടുള്ളൊരു ഇൻറ്റിഗ്രേഷൻ്റെ ഒരു ലോ ആണ്, ഒരു ഇക്വേഷനാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്.
സോ നമുക്ക് എല്ലാം കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഒന്ന് എറേസ് ആക്കട്ടെ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കണം. സോ നമുക്ക് S is equal to U time 0 to T dt plus A time T dt 0 to T. നമുക്കറിയാം ഡി ടിയുടെ ഇൻറ്റഗ്രേഷൻ ജസ്റ്റ് ടി തന്നെയാണ്. ഇവിടെ നമുക്ക് ടി മൈനസ് 0 ടി തന്നെ ആയതുകൊണ്ട് ആ പ്രോസസ്സ് ഞാൻ അങ്ങോട്ട് എഴുതുന്നില്ല. അതിന് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ്ലി യു ടൈംസ് ടി എന്ന് എഴുതുന്നുണ്ട് പ്ലസ് എ. ഓക്കെ, നമ്മൾ അപ്ലൈ പറഞ്ഞ ഇക്വേഷൻ ഓർത്തെടുക്കുക. എക്സ് ഡി എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 അവിടെ. അതേപോലെ ഇവിടെ ടി ഡി ടി ആണ്. സോ നമ്മളതിനെ ടി സ്ക്വയർ ബൈ 2 എന്നെഴുതും. ടി ടു സീറോ എഴുതേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ടി അറിയാം. ടി മൈനസ് 0 ടി തന്നെയാണ്. സോ നമുക്ക് അവസാനം കിട്ടുന്നത് പറഞ്ഞാൽ എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് എ ടി സ്ക്വയർ ബൈ 2. ഹാഫിനെ ഇങ്ങോട്ട് പുറത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് 1 ബൈ 2 എ സ്ക്വയർ. ഫൈനൽ ഇക്വേഷൻ ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് കൈനമാറ്റിക് ഇക്വേഷൻ കാൽക്കുലസ് വഴി ഡെറൈവ് ചെയ്യുക. വളരെ സിമ്പിൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ. ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതേ പ്രോസസ്സ് തന്നെയാണ് ഏകദേശം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ കണ്ടൻസ് വീണ്ടും വിടാൻ എന്നെ ഇൻസ്പയർ ആക്കും. സോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനിയുള്ള കണ്ടൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ വീണ്ടും കുറേ വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഇത്തിരി മിസ്റ്റേക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഈ മിസ്റ്റേക്കുകൾ വന്നാൽ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതും അറിയിക്കുക. എനിക്ക് ഇനി ഇമ്പ്രൂവ് ആവാൻ അത് വളരെ സഹായിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.